നീ കരുതുന്ന പോറ്റി ഈ താഴെ കിടക്കുന്ന ഒരു മിനിറ്റ് ചിരിക്ക് എടാ മറ്റേ കാക്കക്കുഞ്ഞിന്റെ മോളെ ലോറി കയറിയിട്ട് കണ്ണ് തള്ളി കിടക്കത്തില്ലേ? അതെന്ത് താടിയിൽ എന്ത് ചെയ്തു വെച്ചിരിക്കണേ പുള്ളി? ഒട്ടിച്ചിരിക്കുന്നേ എന്തൊക്കെയോ വാക്കുകള്. അപ്പൊ താഴെയുള്ളതോ ചാത്തൻ. ചാത്തൻ ചാത്തൻ. പുള്ളി ഞാൻ ഇപ്പൊ പറയാം, 50,000 പേരുടെ ഇടയ്ക്ക് പുള്ളിയെ കൊണ്ട് നിർത്തിയാൽ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. പുള്ളിയുടെ സ്ട്രക്ചർ അങ്ങനെയാ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാ. പുള്ളി സത്യമായിട്ടും പുള്ളി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി കുറച്ച് 2 മിനിറ്റ് ഭക്തിയാണ്. ഇവിടെ കണ്ണാടിയോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭക്തനായി. ഞാനിതുപോലെ ഇവിടെ വരച്ചു വരട്ടെ ഇങ്ങനെ. എന്താടാ ഇതൊക്കെ? അതിന്റെ മേളില് തമിഴ് ഷവരി പോണു മേളില്. ഇത് കണ്ട് ഇത് കൊള്ളാം കേട്ടോ. എടാ അത് കൊള്ളാം. വീഡിയോ എന്താടാ ഇതൊക്കെ? ഇത് രസ്പ്രോ ഇറങ്ങിയ പാട്ട്. ഒരു ഗ്ലാസ് വെക്കാൻ പറ്റൂല. അതാണ് ഡി പി. ഇത് കൊള്ളാം. ഒരാഴ്ച സേവ് ചെയ്തതൊക്കെ കഴിച്ചത്. ഓ ഇത് കൊള്ളാം കേട്ടാ. ഇതെന്താടാ ഇത്? നെറ്റിയിൽ പൈസ അയ്യോ നിനക്കൊക്കെ എന്തിന്റെ പ്രശ്നമായ? എവിടായിരുന്നു നമ്മള് കണ്ടോണ്ടിരുന്നേ? സൗണ്ടില്ല. അതെന്താ? ഹലോ ഇങ്ങനൊന്നും ചെയ്യല്ലേടാ. ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നേ? എടാ ഇത് വായിക്കടാ. റോഡ് സൈഡിൽ ഒന്നും കൂടെ കേട്ടെ. ഈ ലിറിക്സ് മാത്രമേ ഇന്ത്യ കാണത്തുള്ളൂ. സത്യല്ലേ? എന്റെ മൈൻഡ് അതേ വരുന്നുള്ളൂ. നിങ്ങളുടെ ഇതാ ലിറിക്സ്. ഓ ഇതിനകത്ത് ഇതിന്റെ ഷെയർസിന്റെ കോളെടുത്ത് താഴെ വെക്കണല്ലേ? അതിനകത്ത് കോളയുടെ ഷെയർസ് ഇടിഞ്ഞുണ്ടല്ലോ. Hey, Coca-Cola lost $4 billion in a market value after soccer $4 billion. Cristiano Ronaldo suggested people drink water, is what he said. Okay, so the soccer superstar Cristiano Ronaldo gestures at Euro 2020 press conference on Monday
wiped $4 billion off of Coca-Cola's market value. Ronaldo's ahead of his team's match. By the way, this is all he did. He literally just went like this. No Coca-Cola. Drink water. That's all he did. The power of Ronaldo. Yeah. How powerful is that? അല്ല കമ്പനി ഓണർ വിചാരിക്കും ചുമ്മാ അല്ലേ ഉണ്ട് എടാ അത് കണക്കല്ലേടാ അത് കണക്കല്ലേ മറ്റേ എന്നിട്ട് ഷൂസിന്റെ അഡിഡാസിന്റെ എന്നിട്ട് നൈക്കിയാണ് പുള്ളി റെഡ് ബുൾ കുടിച്ചെന്ന് ഇവിടെ ചാറ്റിൽ എല്ലാരും പറയണേ. ആ പ്ലേ ചെയ്തോ. And the first ad started, which was an ad for this app called Keto. Do you guys know Keto? Some of you know. If you don't know, it's an app where you can donate money online to someone who's going through some sort of medical problem. ക്യാമ്പയിൻ. It's a very charitable, noble thing. No jokes on the app. Actually, I once donated money to this guy who was going through some stuff. And ever since I did that, Keto has assumed ജോക്കിയുടെ കട്ടുണ്ട്. സത്യയുടെ ജോക്കിയുടെ കട്ടുണ്ട്. I'm interested in every guy. And I don't know how to tell them that even that one donation I did was a drunk decision. When you're drunk, you're like extra caring, right? You look at someone like, hey, Macha, he needs the... How much does he need? Too many zeros. റീഗിളായിട്ട് What is റീഗിളായിട്ട് that? വീട്ടിൽ പോയി How much should we ചോദിച്ചാൽ pay? എന്തെടുത്ത് തരും 500? Yeah. എന്തുവാണോ I എടുത്ത് was തരും so drunk, I pressed ഒന്ന് two പോസ്റ്റ് zeros extra. നോക്കി. ഇപ്പൊ അല്ലേ ഇതാണ് ഡ്രീമർ ഗെയിമിംഗ് എന്ന് പറയുന്ന ആ മഹത്തായ പുത്രൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കവട്ട സാധനം കൊണ്ടുവരും. അവൻ കുറച്ച് സാധനങ്ങൾ ആദ്യം ഒരു നാക്കിന് കുറച്ച് ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ട് മമ്മിയെ കൊണ്ട് സോപ്പിട്ട് നാക്കിന് വന്നിട്ട് എന്നെ സാധനങ്ങൾ നോക്കി വെക്കും. എന്നിട്ട് തക്കം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു കവട്ട സാധനം കൊണ്ടുവന്നിട്ട് രാത്രിയാകുമ്പോ എന്നെ ഞാൻ അബദ്ധത്തിൽ സ്നേഹിച്ച് പോവും. അത് അങ്ങനെയാണ്. ഞാൻ അതിന്റെ പേരിൽ അങ്ങ് ദാനം കൊടുത്തു കളയും. ചെയ്യാൻ പറ്റും. അവനെ ഞാൻ പറയടാ, അവന്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർ അവൻ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ നേരത്തെ ഒന്ന് അറിയിക്കണേ എന്നെ എന്തോ സാധനം ഒന്ന്. ആ പ്ലാൻ എല്ലാം എന്റെ വീട്ടിൽ കാണുന്ന സാധനങ്ങളാ. അത് പിന്നീടാണ് എനിക്കത് റിലേറ്റ് ആയത്. പ്ലേ ചെയ്ത് ചോക്കി. Yeah, I know. But thankfully, Google Pay came back. Insufficient balance to make that transaction. I got a message from my bank. Suspicious activity has been noticed around. For the first time in my life, I was happy I am broke. I was like, dude, because I started thinking, what if that transaction had gone through? Couple of days later, I would have been on keto. I would have been like, rent is very high. And I am an idiot. It's intense and I'm feeling bad because I can't help this guy. And it goes on for 2 minutes and finally that ad gets over. I'm like, oh, I can move on. But YouTube is like, no. You have to watch one more ad. You know, and a second ad starts playing, which was an ad for this app called My Muse. Okay, a few creeps like me. If you don't know what that is, it's an app where you can purchase high-tech sex toys. Yeah, don't look down now.